ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. റമളാൻ വിചാരം പരമ്പരയിൽ മുമ്പൊരിക്കൽ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണ് ഈ ലക്കം. അള്ളാഹുവിനെ അറിയുക എന്നതിന് ഒരു ആമുഖമായിരുന്നു മുമ്പത്തെ എപ്പിസോഡ്. അള്ളാഹുവിനെ അറിയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗവും പ്രാഥമികമായ സ്രോതസ്സും വിശുദ്ധ ഖുർആൻ തന്നെയാണ്. പിന്നെ പ്രവാചക വചനങ്ങളും. അള്ളാഹു എന്നത് സകലലോക സൃഷ്ടാവും പരിപാലകനുമായ ഏക ഇലാഹിൻ്റെ മൂലനാമമാണ്. അള്ളാഹുവിന് ധാരാളം ഉത്കൃഷ്ട നാമങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്നാണ് അവയ്ക്ക് പറയുന്നത്. പ്രധാനമായും 99 പേരുകളാണ് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളായി അറിയപ്പെടുന്നത്. അള്ളാഹുവിന് 1000-ലധികം വിശിഷ്ടനാമങ്ങൾ ഉണ്ടെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണാം. ഇവിടെ നമ്മൾ ഖുർആൻ്റെ ആരംഭ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിൽ പരാമർശിക്കുന്ന അർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രാരംഭവാക്യമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി അർ റഹ്മാൻ, അർ റഹീം എന്നീ വിശിഷ്ടനാമങ്ങളുണ്ട്. ഇവ രണ്ടും അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യത്തിൻ്റെ വിളംബരമാണ്. ഫാത്തിഹയിൽ അർ റഹ്മാനിർ റഹീം എന്ന വാക്യം വീണ്ടും ആവർത്തിക്കുന്നുമുണ്ട്. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങളിൽ ഏറ്റവും പ്രധാനവും അങ്ങേയറ്റം ശ്രേഷ്ഠമായതുമായ വിശേഷനാമങ്ങളാണ് അർ റഹ്മാൻ, അർ റഹീം എന്നിവ. നാം കാണുന്നതും കാണാത്തതുമായ വിശ്വപ്രപഞ്ചം മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നതും പരന്നുകിടക്കുന്നതും അള്ളാഹുവിൻ്റെ നിർലോഭവും നിർലോഭവുമായ കാരുണ്യം എന്ന ഗുണവിശേഷമാണ്. അർ റഹ്മാൻ എന്നത് അള്ളാഹുവിനു മാത്രമായുള്ള വിശേഷണമാണ്. അതുകൊണ്ടാണ് സൃഷ്ടികൾക്ക് റഹ്മാൻ എന്ന് പേരിട്ടുകൂടാത്തത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഹദീസിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100-ൽ 1 ഭാഗം മാത്രമാണ് അവൻ മനുഷ്യർക്കും ജിന്നുകൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇതര ജീവജാലങ്ങൾക്കുമിടയിൽ വീതിച്ചിരിക്കുന്നത്. ആ ഒരു ഭാഗം കൊണ്ടാണ് ഇക്കാണുന്നതും കാണാത്തതുമായ ജീവജാലങ്ങളെല്ലാം അവയ്ക്കിടയിൽ പരസ്പരവും മറ്റുള്ളവയോടും കാരുണ്യം പങ്കുവയ്ക്കുന്നത്. ഹിംസ്ര ജന്തുക്കൾ പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം അതിൻ്റെ ഭാഗമാണ്. ഭൂമിയിൽ ദുഷ്ടന്മാർക്കും കൊലയാളികൾക്കും ഏകാധിപതികൾക്കും ഫാഷിസ്റ്റുകൾക്കും അക്രമികൾക്കും അക്രമികളായ ഭരണാധികാരികൾക്കും കപടന്മാരായ നേതാക്കൾക്കും വഞ്ചകർക്കും എന്നു വേണ്ട അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് പോലും മനുഷ്യർ എന്ന നിലയിൽ അവൻ്റെ കാരുണ്യം അള്ളാഹു ചൊരിയുന്നതും ഈ ഒരു ഭാഗത്തിൽ നിന്നാണ്. കുടിവെള്ളവും ഭക്ഷ്യധാന്യങ്ങളും ഫലവർഗ്ഗങ്ങളും മത്സ്യമാംസാദികളും ഈ ഭൂമിയിൽ അള്ളാഹു ഒരുക്കിയതാണ്. നാം ശ്വസിക്കുന്ന ജീവവായു അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. എത്ര ധിക്കാരിയായ ദൈവനിഷേധിക്കും സൃഷ്ടാവിൻ്റെ ഈ ഔദാര്യം, അനുഗ്രഹം അഥവാ കാരുണ്യം വേണ്ട എന്ന് വയ്ക്കാനാകുമോ? തീർച്ചയായും ഇല്ല. എന്നാൽ അർ റഹീം എന്ന വിശേഷമാട്ടെ അള്ളാഹുവിന് വഴിപ്പെടുന്ന ദാസന്മാർക്ക് മാത്രമുള്ളതാണ് താനും. അത് നേരത്തെ പറഞ്ഞ 100-ൽ 99 ഭാഗവും നാളെ പരലോകത്ത് അള്ളാഹു അവൻ്റെ വഴിപ്പെടുന്ന ദാസന്മാർക്കായി അവൻ്റെ കാരുണ്യം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുമാണ് പറഞ്ഞു വന്നതിൻ്റെ വിവക്ഷ. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രപഞ്ചമഖിലം ചൂഴ്ന്നു നിൽക്കുന്നു എന്നാണ്. ഖുർആൻ പറയുന്നത് നോക്കുക: റബ്ബനാ വസഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമൻ. ഖുർആൻ അധ്യായം 40 അൽ ഗാഫിർ 7. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ കാരുണ്യവും അറിവും സകല വസ്തുക്കളെയും വലയം ചെയ്തു നിൽക്കുകയാണല്ലോ. അർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണമാണ് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഈ ഭൂമി വാസയോഗ്യമായി തീർന്നതിനു കാരണം. ഗർഭപാത്രം എന്ന അർത്ഥം വരുന്ന റഹ്മ് എന്നതാണ് റഹ്മാൻ എന്നതിൻ്റെ പദനിഷ്പത്തി.
ദൈവകാരുണ്യത്തിൻ്റെ മഹത്വം അറിയാൻ മാതാവിൻ്റെ ഗർഭപാത്രത്തോളം പോകുന്ന മറ്റൊരു ഉദാഹരണമില്ല. ഗർഭസ്ഥ ശിശുവിന് ജീവിക്കാനും വളരാനുമുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും അള്ളാഹു അവിടെ സംവിധാനിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര മഹത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ ഉദാഹരണം മാത്രം മതിയാവുന്നതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും അനുഗ്രഹത്തെയും കുറിച്ച് ചിന്തിക്കാനും ഓർക്കാനും നന്ദി കാണിക്കാനും കഴിയുമ്പോഴാണ് നോമ്പ് ഉൾപ്പെടെയുള്ള നമ്മുടെ ആരാധനകൾക്ക് ആത്മാവുണ്ടാകുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.